വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ റയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത എന്ന ബൈത്താണ്. അതിൻ്റെ 5-ാം ഭാഗമാണ് ഇന്നലെ നമ്മൾ ചൊല്ലിയത്. ഇന്ന് 6-ാം ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് റൗളത്താണ് മിൻ റിയാളിൽ ജന്ന എന്നുള്ള ബഹുമതി മുത്തു ഹാദിമിൽ നിന്ന എല്ലാ വിഹായിൽ നിന്നുമേറ്റം ശ്രേഷ്ഠത നബിക്കുള്ള ജസദുൾ കൊണ്ട കബറിനുള്ളതാ എന്നുള്ളതിൽ എല്ലാവരും ഇജ്മാഇല കുല്ലും ശവാദിഹിൽ നോക്ക് 37 അത് അർശ് കുർസിയും ജിനാനിലും അഫ്ളല കഅബം വ മസ്ജിദുൽ അഖ്സയേക്കാൾ അഫ്ളല നോക്കേണ്ടതാ നീ തുഹ്ഫത്തുൽ അലിഫിൽ ഇത് 34-ാം പേജിലാ പറയുന്നത്. അനസന്നവർ പറയുന്നു മിസ്കും അംബർ ശ്വസിക്കുന്നതേക്കാൾ അത്യബ ഖൈറുൽ ബശർ ഏതോ ത്വരീക്കിൽ നബി നടന്നാൽ പിന്നെ നടക്കുന്നവൻ മണം കൊണ്ടതറിയും പൊന്നെ. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു പറയുന്നു നബിയോടൊത്ത് സ്വല്ലല്ലാഹു വീട്ടിൽ കടന്നപ്പോൾ മനം തന്നെ വിടയും മിസ്കിൻ്റെ പരിമളമാണ് നാടൊട്ടാകയും നബിക്കുള്ള കാഷ്ടം ത്വാഹിറാണേ മൂത്രവും അതുപോലെ തന്നെ ഹബീബേ രക്തവും നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ അതിൽ നിന്നൊരീഹുൽ തൊയ്യബത്തടിക്കുന്നതാ. ഇത് നീ ശിഫായിൽ നോക്ക് 1-ാം ഭാഗമിൽ കാണുന്നതാണ് 53-ാം പേജതിൽ. നബിക്കുള്ള രക്തം കൊമ്പ് വെച്ചെടുക്കുന്നതായി അത് മൂടുവാൻ ഇബ്നു സുബൈറോടാജ്ഞയായി താൻ കൊണ്ടുപോയത് മുഴുവനും കുടിക്കുന്നതായി നീ എന്ത് ചെയ്തെന്നോ നബി ചോദിക്കലായി. നബിക്കുള്ള രക്തത്തോട് നരകമൊരിക്കലും അടുക്കുന്നതല്ലെന്നുണ്ട് വിവരം എന്നിലും. അതുകൊണ്ട് ഞാനൊരു തുള്ളിയും പോകാതെ എൻ്റെ ഉള്ളിലേക്ക് ഒഴുക്കുന്നതായി മൂടാതെ ഉടനെ ശിരസിൽ മുസ്തഫ കൈവച്ചതായി തീ തൊടുകയില്ലിനി നിന്നെ എന്നോതുന്നതായി. ഇബ്നു സുബൈർ അത് കൊണ്ട് പടയിൽ സിംഹമാ നിസ്കാര സമയം തൻ്റെ ഭയവും കഠിനമാ സ്വലാത്തിലുണ്ടെനിക്കുള്ള കണ്ണു കുളിർമയും എന്നുള്ള തിരുമൊഴിയിൽ വരും പൊരുൾ വേറെയും. അത് എൻ്റെ മേൽ അല്ലാഹു ജല്ല ജലാലുഹു ചൊല്ലും സ്വലാത്തെന്നാണ് പിന്നംലാക്കുഹു
കൂടാതെ എന്നേക്കുമൊരു നിർദ്ദേശമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉലമാക്കളിൽ ചിലർക്കുള്ള വ്യാഖ്യാനം ഇതാ എന്നിബ്നു ഫൂറക്ക് വ്യക്തമായി പറയുന്നതാ. ഇതുപോലെ ശിഫയിൽ ഉണ്ട് 39 കാണുന്നതാ നീ നോക്ക് 1-ാം ഭാഗമിൽ. സുഹൃത്തുക്കളെ, നമുക്കുള്ള നബിമേൽ നിത്യവും ചൊല്ലേണ്ടതാണ് സ്വലാത്ത് 3 എണ്ണവും എന്നുള്ളതാ കുതുബുൽ ഖുലൂബിൽ വന്നത്. 500-ലാണ് അബുൽ ഹസൻ നിൽക്കുന്നത്. നമ്മോട് കൃപയും കരുണയും നബിക്കില്ലയോ? ഹിദായത്തിൽ അതിലേറ്റ കൊതിയും ഇല്ല